ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ അധികം മുള്ളുകളില്ലാത്ത ഒരു ബോഗൺവില്ലയെ പരിചയപ്പെടാം. ഇതളുകൾ വളരെ കൂമ്പി നിൽക്കുന്നു, സാധാരണ നിൽക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. മാത്രമല്ല ഇതിൻ്റെ കളറ് ഡബിൾ ഷെയ്ഡാണ്. അതായത് ആദ്യം വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറ്, പിന്നീട് ഇച്ചിരി ലൈറ്റ്, വീണ്ടും മറ്റൊരു കളറ്. കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം വീണ്ടും വേറൊരു കളർ കൂടി ഇതിൻ്റെ ഇടയ്ക്ക്. പ്രൂൺ ചെയ്താൽ ധാരാളം ശിഖരങ്ങളുണ്ടാകുന്ന ചെടിയാണിത്. ഇതാണ് ഇവിടെ വെച്ചാണ് പ്രൂൺ ചെയ്തിരിക്കുന്നത്. ധാരാളം ശിഖരങ്ങൾ വന്നിരിക്കുന്നു. ഈ ശിഖരങ്ങളിൽ ഒന്നിലും മുള്ളില്ല. ശിഖരങ്ങൾ വളരെ വലുതായതിന് ശേഷം മാത്രമേ മുള്ളുകൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ശിഖരങ്ങളിൽ ഓരോന്നിനും പൂക്കൾ ഉണ്ടായി വരാൻ തുടങ്ങുന്നതാണ് ഈ കാണുന്നത്. അതായത് കൃത്യമായി വളം കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുണ്ടാകും. പൊട്ടാഷ് കലർന്ന വളമാണ്. നമുക്കിനി അത് കിട്ടിയില്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിന് ശേഷം അതോടൊപ്പം പച്ച ചാണകം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 3-4 ദിവസത്തേക്കൊക്കെ ഇത് വെച്ച് കഴിയുമ്പോഴേക്കും ഇതിന് മണം വരും. അത് കാരണം നമുക്ക് പിറ്റേ ദിവസം തൊട്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. കാരണം മിറ്റമല്ലേ, മണം നിന്നാൽ വളരെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നമുക്ക് പുളിപ്പിച്ച് അധിക ദിവസത്തേക്ക് വയ്ക്കാതെ നമുക്കിത് ചെയ്യാവുന്നതാണ്. കൊല കുത്തി ധാരാളം പൂക്കളുണ്ടാകുന്ന ഒരു ഇനമാണ്. നല്ല വെയിലും കൂടി വേണം. വെയിലൊരല്പം കുറവാണ് ഇവിടെ. ഞാൻ വെയിലത്ത് കൊണ്ടുവച്ച് പൂക്കളായതിനു ശേഷം ഇവിടെ കൊണ്ടുവന്നതാണ്. പൂവുകൾ വാടിക്കഴിയുമ്പോൾ നമുക്കിത് പ്രൂൺ ചെയ്ത് കഴിയാം. ഈ പൂവ് വാടി തുടങ്ങുമ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ നമുക്ക് കുറച്ച് താഴെ വെച്ച് പ്രൂൺ ചെയ്യാം. ഇത് നമുക്ക് വീണ്ടും മറ്റൊരു തൈയായി രൂപാന്തരപ്പെടുത്തിയെടുക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ബോഗൺവില്ലയിൽ തന്നെ പൂക്കളുണ്ടാകുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് ഇന്നലെയും ഞാൻ പറഞ്ഞതാണ്, കേൾക്കാത്തവർക്കായി വീണ്ടും പറയുകയാണ്. ഈ പൂവേലൊന്നും വെള്ളം ചാടിക്കരുത്. അതായത് ചുവട്ടിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. അധികം വെള്ളം ഒഴിക്കരുത്. ചെടി വാടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ മറ്റ് ശിഖരങ്ങൾ. ധാരാളം ശിഖരങ്ങൾ നമുക്ക് ഈ ബോഗൺവില്ലയിലും നോക്കിയാൽ കാണാം.